രാഹുൽ ചായ കുടിച്ചോ? ഞാൻ ചുമ്മാ മുറുക്കൊക്കെ കടിച്ചോണ്ടിരിക്കുക. ഭയങ്കര സൗണ്ട് അല്ലേ? എൻ്റെ വീട് ആലുവ പറവൂർ കവല ആലങ്ങാട് കോട്ടപ്പുറം. ഓക്കെ. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം വന്നെന്നെ പരിചയപ്പെടുത്തിയ. ഞാനങ്ങ് വന്നു ഭാനുപ്രിയ. അടുപ്പിൽ 2-3 ദിവസം വന്നെങ്കിൽ ഇത് വൈകാട്ടാവുള്ളൂ. പിന്നെ അങ്ങ് വന്നു. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വരുമ്പം പിന്നെയും ചോദിക്കും ചായ കുടിച്ചു. ചായ മുമ്പ് കുടിച്ചു. ഇപ്പോൾ ഒരു മുറുക്ക് തിന്നു. അണ്ട ചായ മുമ്പ് കുടിച്ചായിരുന്നു. ചായ കുടിച്ചു. ചായക്ക് ബ്രെഡ് ചൂടാക്കി കഴിച്ചു. ആണോ? രാഹുലോ? സർജറി കഴിഞ്ഞാൽ പിന്നെ ചായ കുടിയില്ല. ആണോ? പിന്നെ എന്ത് ചെയ്യും? പാലാണോ? പിന്നെന്താ? പാലാണോ? മുറുക്ക് സൗണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ മുറുക്കിൻ്റെ സൗണ്ട്. അതിനകത്ത് ടേസ്റ്റ് പറഞ്ഞൊന്നുമില്ല. ഇത് ഇച്ചിരി കടുപ്പാണെന്നല്ലോ. പക്ഷെ കടിച്ചാൽ മുറുകുന്നുണ്ട്. പക്ഷെ ഭയങ്കര സൗണ്ടാന്നേ. കടിച്ചു പൊട്ടിക്കാൻ ഭയങ്കര കല്ല് കടിച്ചു പൊട്ടിക്കുന്നല്ലോ. ഞാൻ നോർത്ത് പറവൂർ. അതാണ്ടേ ജിജി പറവൂരാട്ടോ. അപ്പം കൂട്ടി കിട്ടി. ആലുവ അടുത്ത്. അത് തന്നെ പാനിപ്പുരിയ. നിങ്ങളുടെ കഴിക്കുന്ന സൗണ്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. പല്ല് കടിച്ചു പൊട്ടിച്ച് പല്ലെല്ലാം പോവും. പല്ല് കൂടി സംഗതി ടേസ്റ്റാണ്. പക്ഷെ ഇച്ചിരി ഹാർഡാണേലും സൗണ്ടേ ഉള്ളൂ. കുഴപ്പമില്ല. പാർവതി ജംഗ്ഷൻ ഓഫീസ്. ഇതെന്നോട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ മുറുക്കുണ്ടാക്കാൻ പോവാം. തന്നെ പോയി മില്ലിൽ കൊണ്ടുപോയി അരിയൊക്കെ പൊടിപ്പിച്ചോണ്ട് ഉഴുന്നൊക്കെ പൊടിപ്പിച്ചോണ്ട് തന്നെ മുറുക്കുണ്ടാക്കി. ഉണ്ടാണ്ടോ? തന്നെ ഉണ്ടാക്കിയ. അപ്പം ഉഴുന്ന് എനിക്ക് തോന്നുന്നൊരു ശകലം കുറവായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കേൾക്കുന്നില്ല. മുറുക്ക് ഞാൻ കണ്ടു. വിശ്വാസമായി. ആലങ്ങോട് എവിടെയാണെന്നോ? രാഹുൽ പോയി വരും. ഓക്കെ, പോയി വരൂ. ചേച്ചിനെ കുറിച്ച് പിന്നെ ഒരച്ഛൻ വന്നു. എന്നാൽ ശരി, പിന്നെ ആട്ടോ. പിന്നെ വായോ. ജിജി പോണെങ്കിൽ പൊക്കോ. പാനിപ്പുരിയ പോയി. രാഹുലും പോയി. ജിജി പോണെങ്കിൽ പൊക്കോണേ. രാഹുൽ പോകുവാണോ? വിളക്ക് വയ്ക്കണം. ശരി, പൊക്കോ കേട്ടോ. പൊക്കോ. എല്ലാവർക്കും തിരക്കാണ്. പൊക്കോ. ഞാൻ ഒരു അരമണിക്കൂർ കണ്ട് ഇപ്പം സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ പോയിട്ട് അവിടുന്ന് മുറ്റടിക്കുന്ന ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഉണ്ടല്ലോ എനിക്ക് ഇച്ചിരി അരമണിക്കൂർ അങ്ങ് പോവുകയും ചെയ്യും. അവിടെ കൊണ്ട് വെച്ചേക്കാന്ന് പറഞ്ഞാൽ മുറ്റം ഒടിക്കുന്ന ചൂല്. നോക്കട്ടെ. ആരോ ഒരാളുണ്ടല്ലോ. ആരാ ഫിലിം വഴക്കുണ്ടാക്കുന്നേ. പിന്നെ അതേ കെട്ടിയിട്ടില്ലേ കുരുങ്ങിയത്. ഇപ്പുറത്ത് കെട്ടിട്ട് പിന്നെയും കുഞ്ഞോ മുറ്റടിക്കാൻ ചൂലെന്ത് ചെയ്യാൻ? വിളിമോ അമ്മച്ച കാണുന്നില്ലേ? അമ്മച്ച കാണാന്നിട്ട് സങ്കടാണോ? പങ്കടി സങ്കടാണല്ലോ. അപ്പേ കണ്ടവാനും ചുറ്റിക്കിടക്കും. അതാ അമ്മച്ച കാണാണ്ട് സങ്കടാണെന്നോ? പങ്കടി സങ്കടായി പോയുള്ളത്. ശരിക്കും ഇങ്ങനെ വട്ടത്തി ചുറ്റി കിടക്കും. അവിടെ ഇച്ചിരി കഴിയിട്ടടിക്കാട്ടോ. അവിടെ നിന്ന് കേട്ടോ. വാടേ ഉച്ചയും മടിക്കട്ടെ. ഉറക്കം വരും. ഞാൻ ഉച്ചയ്ക്കൊന്ന് ഉച്ചയൊന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. കയ്യിലിരിക്കട്ട് പോണല്ലേ. അതല്ലേ സംസാരിക്കുകയും ചെയ്യാം.
ഈ കൊച്ചിനോട് ചെരുപ്പ് മേടിച്ചിട്ട് 4 പേർക്ക്